നമസ്കാരം. രാത്രി 2 മണിയാകുമ്പോഴും ഉറക്കം വരാത്തവർ ഇവിടെ ഉണ്ടോ? ഫോൺ സ്ക്രോൾ ചെയ്ത് കിടക്കുന്നു, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. സത്യം പറയട്ടെ, പ്രശ്നം ഉറക്കത്തിലല്ല. പ്രശ്നം നമ്മൾ ചെയ്യുന്ന ചില ചെറിയ കാര്യങ്ങളിലാണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നും അതെങ്ങനെ ശരിയാക്കി എടുക്കാമെന്നും വളരെ സിമ്പിളായി ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ കാരണം ഫോൺ ആൻഡ് സ്ക്രീൻ. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യുന്നത്. ഈ ഫോൺ ലൈറ്റ്, പ്രത്യേകിച്ചും ബ്ലൂ ലൈറ്റ്, നമ്മുടെ ബ്രെയിനിനോട് ഒരു സിഗ്നൽ കൊടുക്കും. ഇപ്പോൾ രാത്രിയല്ല, പകലാണ്, ഉണർന്നിരിക്കേണ്ട സമയമാണ് എന്ന്. അതുകൊണ്ട് മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു സ്ലീപ്പ് ഹോർമോൺ കുറയും. ഫലം ഉറക്കം വരില്ല. രണ്ടാമത്തെ കാരണം ഓവർ തിങ്കിങ്. നിങ്ങൾ ബെഡിൽ കിടക്കുമ്പോൾ ബോഡി റിലാക്സ് ആയിരിക്കും, പക്ഷെ മൈൻഡോ അതങ്ങ് ഫുൾ സ്പീഡിൽ ഓടാൻ തുടങ്ങും. നാളെ എന്താകും? ഞാൻ ശരിയാണോ ചെയ്തത്? അത് ചെയ്യേണ്ടിയിരുന്നില്ല അല്ലേ? ഇങ്ങനെ ചിന്തകൾ പലതും ഒന്നൊന്നായി വരുമ്പോൾ എങ്ങനെ ഉറങ്ങാൻ പറ്റും? ഉറങ്ങാൻ പറ്റില്ല. മൂന്നാമത്തെ കാരണം, രാത്രിയിൽ ചായയോ കാപ്പിയോ കുടിക്കാറുണ്ടോ? അത് നിങ്ങളുടെ ബ്രെയിനിനെ അലേർട്ടാക്കും. ഉറക്കം നാച്ചുറലി ഡിലേ ചെയ്യും. അതുപോലെ ഹെവി ഫുഡ് കഴിച്ചാൽ ബോഡി ഡൈജഷനിലായിരിക്കും ബിസി. സ്ലീപ്പ് എങ്ങനെ വരും? ഉറങ്ങില്ല. നാലാമത്തെ കാരണം സ്ലീപ്പ് ഷെഡ്യൂൾ മെസ്സപ്പ് ചെയ്യുന്നത്. ഒരു ദിവസം 10 മണിക്ക് ഉറങ്ങും, മറ്റേ ദിവസമോ 2 മണിക്ക്. ഇങ്ങനെ ഇറഗുലർ ആയാൽ നമ്മുടെ ബോഡി ക്ലോക്ക് കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആകും. അതിനാൽ ഉറക്കം വരാൻ ബ്രെയിൻ റെഡി ആവില്ല. അഞ്ചാമത്തെ കാരണം ചില തെറ്റായ ഹാബിറ്റ്സ്. നമ്മൾ ബെഡിൽ എന്തൊക്കെ ചെയ്യുന്നു? നെറ്റ്ഫ്ലിക്സ്, സ്ക്രോളിംഗ്, ചാറ്റിംഗ്, വാട്സാപ്പ്, ഫേസ്ബുക്ക്, അങ്ങനെ. അതുകൊണ്ട് ബ്രെയിൻ എന്താണ് പഠിക്കുന്നത്? ബ്രെയിൻ പഠിക്കുന്നത് ബെഡ് എന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ബെഡ് ഉറക്കത്തിന് വേണ്ടിയിട്ടല്ല. ഇനി ഇത് ചേഞ്ച് ചെയ്യാതെ ഉറക്കം ശരിയാവില്ല. അപ്പോൾ മെയിൻ ക്വസ്റ്റ്യൻ എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ ശരിയാക്കിയെടുക്കാം? ആദ്യം തന്നെ ചെയ്യേണ്ടത് ഫോൺ ഡീടോക്സ്. ഉറങ്ങാൻ 30 മിനിറ്റ് മുമ്പ് ഫോൺ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യൂ. ആദ്യം അതിൽ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഇതൊരു ഗെയിം ചേഞ്ചറാണ്. രണ്ടാമത്തത്, എല്ലാ ദിവസവും സെയിം ടൈമിൽ ഉറങ്ങാനും എഴുന്നേൽക്കാനും ട്രൈ ചെയ്യൂ. നിങ്ങളുടെ ബോഡി പയ്യെ അതിനോടങ്ങ് അഡ്ജസ്റ്റ് ആവും. മൂന്നാമത്തത്, ഉറക്കം വരാൻ മൈൻഡ് കാം ആയിരിക്കണം. ട്രൈ ചെയ്ത് നോക്കൂ. ഡീപ് ബ്രീതിങ് എക്സസൈസസ്, ചെറിയ ഒരു ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ. നാലാമത്തത്, വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞാൽ കോഫി, ടീ ഇതെല്ലാം അവോയ്ഡ് ചെയ്യൂ. അഞ്ചാമത്തത്, ബെഡിൽ ഉറക്കം മാത്രമേ പാടുള്ളൂ. ഫോൺ, ലാപ്ടോപ്പ്, ഫുഡ് ബെഡിൽ യൂസ് ചെയ്യാതിരിക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റ് ആയത് എന്താണ്? കമന്റിൽ പറയണേ. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നല്ല ഉറക്കം, നല്ല ജീവിതം. This is Your Mind Explained.